ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ റെസിഡൻസ് വിസ നിയമങ്ങൾ ലംഘിക്കുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം വരുന്നു. നിയമത്തിന്റെ കരടിന് കുവൈറ്റ് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റിന്റെ പ്രതിവാര യോഗമാണ് കരട് നിയമത്തിന് അംഗീകാരം നൽകിയത്. കുവൈറ്റിലെ റെസിഡൻഷ്യൽ ഏരിയകളിലും മറ്റ് താമസ ഇടങ്ങളിലുമുള്ള വ്യാപാരം നിരോധിക്കുക, വിദേശികളെ നാടുകടത്തുകയും പുറത്താക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിശ്ചയിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയുള്ള വിദേശികളുടെ താമസാവകാശം സംബന്ധിച്ച കരട് ഉത്തരവിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. കരട് നിയമത്തിൽ 36 ആർട്ടിക്കിളുകൾ അടങ്ങിയിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. എൻട്രി വിസ, റെസിഡൻസ് പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടും പ്രവാസിയുടെ റിക്രൂട്ട്മെന്റുമായും ബന്ധപ്പെട്ട് നടക്കുന്ന ചൂഷണങ്ങൾ, വിസ കച്ചവടം, വിസ പുതുക്കുന്നതിന്റെ പേരിൽ പണം ഈടാക്കൽ തുടങ്ങിയവ കർശനമായി തടയുന്നതാണ് പുതിയ കരട് നിയമം. പ്രവാസിയുടെ റെസിഡൻസ് വിസ, താൽക്കാലിക വിസ, വിസിറ്റ് വിസ എന്നിവയുടെ കാലാവധി തീരുകയും വിസ പുതുക്കാതെ പ്രവാസി രാജ്യത്ത് തന്നെ തുടരുകയും ചെയ്യുന്ന പക്ഷം അക്കാര്യം പ്രവാസികളുടെ സ്പോൺസർമാർ ആഭ്യന്തര മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന വ്യവസ്ഥയാണ് കരട് നിയമത്തിലെ മറ്റൊരു പ്രധാന കാര്യം. നാഷണൽ ഗാർഡിന്റെ മേധാവിയായി ഷെയ്ഖ് മുബാറക് ഹമൂദ് അൽ ജാബർ അൽ സബാഹിനെ നിയമിക്കുന്നതിനുള്ള കരട് ഉത്തരവിനും മന്ത്രിസഭ അംഗീകാരം നൽകി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ കുവൈറ്റ് സന്ദർശനത്തെ കുവൈറ്റ് ക്യാബിനറ്റ് അഭിനന്ദിച്ചു. UAE പ്രസിഡന്റിന്റെ കുവൈറ്റ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിച്ചതായി മന്ത്രിസഭാ യോഗം വിലയിരുത്തിയതായി കുവൈറ്റ് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ മന്ത്രിയും യുവജനകാര്യ സഹമന്ത്രിയുമായ അബ്ദുറഹ്മാൻ അൽ മുതൈരി അറിയിച്ചു. പുതുതായി നിയമിതനായ നീതിന്യായ മന്ത്രി നാസർ യൂസുഫ് അൽ സുമൈത്തിനെ മന്ത്രിസഭയിലേക്ക് ആക്ടിംഗ് പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഡ്രൈവിംഗിനിടെ പെട്ടെന്ന് ഒരു ലൈനിൽ നിന്നും മറ്റൊരു ലൈനിലേക്ക് അശ്രദ്ധമായി വാഹനം വെട്ടിച്ച് കയറുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് രംഗത്ത്. ഇത്തരം അപകടകരമായ ഡ്രൈവിംഗ് കാരണം ഈ വർഷം ജനുവരി മുതൽ ഇതുവരെ ദുബൈയിലുണ്ടായ വാഹനാപകടങ്ങളിൽ 32 പേർ മരണപ്പെട്ടതായി ദുബായ് പോലീസ് അറിയിച്ചു. ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ അശ്രദ്ധമായ ലൈൻ മാറ്റങ്ങൾ ഉൾപ്പെടുന്ന 262 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇവയിൽ 25 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 299 പേർക്ക് നിസ്സാരമായ പരിക്കേൽക്കുകയും ചെയ്തതായും ദുബായ് പോലീസ് അറിയിച്ചു. വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ലൈൻ മാറുന്നത് വലിയ തോതിൽ മരണത്തിനോ ഗുരുതരമായ പരിക്കിനോ കാരണമാകുന്ന അപകടങ്ങൾക്ക് ഇടവരുത്തുന്നതായും പോലീസ് കൂട്ടിച്ചേർത്തു. ഇത്തരം അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനും അപകടകരമായ ഡ്രൈവിംഗ് തടയുന്നതിനുമായി ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് ദുബായ് പോലീസ് പുതിയ ശിക്ഷകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ പ്രഖ്യാപിക്കുകയും നവംബർ 1 പ്രാബല്യത്തിൽ വരികയും ചെയ്ത 2015 ഡിഗ്രി നമ്പർ 29 ഏറ്റവും പുതിയ ഭേദഗതികൾ അനുസരിച്ച് ഈ രീതിയിൽ വാഹനം വെട്ടിച്ചു കയറ്റിയാൽ 30 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടും. അതിനു പുറമെ 1000 ദിർഹം പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും. 2025 മാർച്ച് 29 ബാധകമാകുന്ന 2024 ഫെഡറൽ ഡിഗ്രി നിയമ നമ്പർ 14 ആർട്ടിക്കിൾ 31 പ്രകാരം ഇത്തരം ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് കാരണമാകുന്ന ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. അശ്രദ്ധമായ ഡ്രൈവിംഗും അമിത വേഗതയും കഴിഞ്ഞാൽ ഗുരുതരമായ ട്രാഫിക് അപകടങ്ങളുടെ മൂന്നാമത്തെ പ്രധാന കാരണമാണ് പെട്ടെന്നുള്ള ലൈൻ മാറ്റമെന്നും പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ പെട്ടെന്ന് വളയ്ക്കുന്നത് കൂട്ടിയിടികൾക്കും ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾക്കും ഇടയാക്കും. പലപ്പോഴും ട്രാഫിക് സിഗ്നലുകൾ പാലിക്കാതെ ഡ്രൈവർമാർ പെട്ടെന്ന് ലൈൻ മാറുമ്പോഴോ ഇന്റർസെക്ഷനുകളിൽ മറ്റു വാഹനങ്ങൾക്ക് മുന്നിൽ പ്രവേശിക്കുമ്പോഴോ ഇത് സംഭവിക്കാം. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. അമിത വേഗതയും പെട്ടെന്നുള്ള വളവും കൂട്ടിച്ചേർന്നാൽ വാഹന നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കും. ഇത്തരം സംഭവങ്ങളിൽ അപകടം സ്വാഭാവികമാണെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗം, ഭക്ഷണം കഴിക്കൽ, യാത്രക്കാരുമായി സംസാരിക്കൽ, കണ്ണാടിയിൽ നോക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ മുഴുകുമ്പോഴുണ്ടാകുന്ന അശ്രദ്ധയാണ് പെട്ടെന്ന് വാഹനം വെട്ടിക്കുന്നത് പിന്നിലെ പ്രധാന കാരണമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ജീവനക്കാർക്ക് അനുയോജ്യമായ ജോലി സമയമോ വിദൂര ജോലിയോ നൽകിയാൽ തിരക്കേറിയ സമയത്തെ ഗതാഗതക്കുരുക്ക് 30% കുറയ്ക്കാനാകുമെന്ന് സർവേ റിപ്പോർട്ട്.
ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തിയ 2 സർവേകളിലാണ് ഈ കണ്ടെത്തൽ. 2 മണിക്കൂർ വ്യത്യാസത്തിൽ ജീവനക്കാരുടെ ജോലി സമയം ക്രമീകരിച്ചും മാസത്തിൽ 4-5 ദിവസം വിദൂര ജോലിക്ക് അവസരം നൽകിയും ഗതാഗതക്കുരുക്ക് കുറക്കാനാകുമെന്നാണ് കണ്ടെത്തൽ. ദുബൈയിലെ 20% ജീവനക്കാർ ഒരു ദിവസം വിദൂര ജോലി ചെയ്യുകയാണെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡിലെ ഗതാഗതക്കുരുക്ക് 9.8%, അൽഖൈൽ റോഡിൽ 8.4% കുറയും. ഫ്ലെക്സിബിൾ ജോലി ഏർപ്പെടുത്തിയാൽ ഇത് യഥാക്രമം 5.7%, 5% ഗതാഗതക്കുരുക്ക് കുറയ്ക്കും. ആദ്യ സർവേയിൽ 644 കമ്പനികളിലെ 3.2 ലക്ഷം ജീവനക്കാരും രണ്ടാമത്തെ സർവേയിൽ 12,000 ജീവനക്കാരും പങ്കെടുത്തു. 32% സ്വകാര്യ കമ്പനികളും വിദൂര വർക്ക് നയങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. 58% കമ്പനികൾ വിദൂര ജോലി വിപുലീകരിക്കാൻ സന്നദ്ധത അറിയിച്ചു. കൂടാതെ 31% കമ്പനികൾ ജീവനക്കാർക്ക് അനുയോജ്യമായ ജോലി സമയം തിരഞ്ഞെടുക്കാനും അവസരം നൽകിയിട്ടുണ്ട്. ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകിയ ദുബായ് ഗതാഗത നയത്തെ തുടർന്ന് സർവേ നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സൗദിയിലെ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 1,61,189 യാത്രക്കാരാണ് ഒരു ദിവസം യാത്ര ചെയ്തത്. സർവകാല റെക്കോർഡാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നവംബർ 6-നാണ് ഇത്രയും യാത്രക്കാർ ഈ വിമാനത്താവളം വഴി സഞ്ചരിച്ചത്. ആകെ യാത്രക്കാരിൽ 79,994 പേർ ജിദ്ദയിൽ വിമാനമിറങ്ങുകയും 81,195 പേർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. 817 വിമാന സർവീസുകളാണ് ഈ ദിവസം മാത്രം ജിദ്ദ വിമാനത്താവളത്തിൽ നടന്നത്. രാജ്യത്തുള്ള പ്രായമായ രോഗികളെ ഉൾപ്പെടെ നിർബന്ധിച്ച് കൈകൾ ചുംബിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളടങ്ങിയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് സൗദി അറേബ്യയിലെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നിരവധി ആരോഗ്യ പ്രവർത്തകർ അറസ്റ്റിലായി. റിയാദ്, ജസാൻ, തബൂക്ക് എന്നിവിടങ്ങളിലാണ് അറസ്റ്റ് നടന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുറ്റാരോപിതരായ വ്യക്തികൾക്കെതിരെ ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അവരുടെ പ്രവർത്തനങ്ങൾ പ്രൊഫഷണൽ മാനദണ്ഡങ്ങളുടെയും ആരോഗ്യ ചട്ടങ്ങളുടെയും ലംഘനമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഒമാനിലെ സ്കൂളുകളുടെ മികവ് അളക്കാനുള്ള സംവിധാനം വരുന്നു. രാജ്യത്തെ സ്കൂളുകളുടെ പ്രകടനം വിലയിരുത്തുന്നതിനുള്ള ദേശീയ ചട്ടക്കൂട് ഡിസംബർ 2-ന് ആരംഭിക്കുമെന്ന് ഒമാൻ അതോറിറ്റി ഫോർ അക്കാദമിക് അക്രഡിറ്റേഷൻ ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫ് എഡ്യൂക്കേഷൻ CEO വ്യക്തമാക്കി. കുറഞ്ഞ പെർഫോമൻസ് റേറ്റിംഗിലുള്ള സ്കൂളുകളെ മൂല്യനിർണ്ണയ ഫലങ്ങൾ അറിയിക്കുമെന്നും അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിനുള്ള പിന്തുണ നൽകുമെന്നും കൂട്ടിച്ചേർത്തു. സാംസ്കാരിക മന്ത്രി സെയ്ദ് ദിയസീൻ ബിൻ ഹൈത്തം ബിൻ താരിഖ് അൽ സൗദിന്റെ സാന്നിധ്യത്തിൽ 2024 ഡിസംബർ 2-ന് മസ്കറ്റിലെ കെമ്പിൻസ്കി ഹോട്ടലിൽ വെച്ച് പുതിയ അക്കാദമിക മൂല്യനിർണ്ണയ സംവിധാനത്തിന്റെ പ്രഖ്യാപനം നിർവഹിക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.